KT ജലീൽ എന്ന മന്ത്രിക്ക് ഒരു ചെറിയ മറുപടി. അദ്ദേഹം ഇന്നലെ ശിവഗിരിയിലോ അരുവിപ്പുറത്തോ ഒരു പ്രഭാഷണം നടത്തി. ഭരണഘടനയ്ക്ക് മുകളിലല്ല വിശ്വാസം. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ വിശ്വാസം ഭരണഘടനയ്ക്ക് അതീതമാണ്. അതിൽ ഭരണഘടന ഇൻവോൾവ് ചെയ്യാറില്ല. ആ ഭരണഘടന ഇൻവോൾവ് ചെയ്യാത്തത് കേരളത്തിലെ സർക്കാർ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ്. KT ജലീൽ സാറെ, നിങ്ങൾ അരുവിപ്പുറത്ത് ചെന്ന് കുറേയധികം ഉപദേശങ്ങൾ നൽകുന്നത് ഭാരത ഭരണഘടന വിശ്വാസത്തെ സമഞ്ജസമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കിയ മന്ത്രിസഭയുടെ പ്രതിനിധിയായ നിങ്ങളാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത് അരുവിപ്പുറത്ത്. ഭരണഘടനയ്ക്ക് മുകളിലല്ല വിശ്വാസം എന്ന് മന്ത്രി KT ജലീൽ അഭിപ്രായപ്പെട്ടു. എന്താ ഭരണഘടന, എന്താ വിശ്വാസം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മന്ത്രി KK ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി. നവോത്ഥാനം ആഗ്രഹിക്കുന്നവര് തേടി ചെല്ലുന്നത് ഗുരുദേവനെയാണെന്ന് ശൈലജ പറഞ്ഞു. മന്ത്രി ശൈലജയോടും പറയുന്നു, നവോത്ഥാനം ആഗ്രഹിക്കുന്നവര് ശ്രീനാരായണ ഗുരുദേവനെ തന്നെയാണ് തേടി ചെല്ലുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ, സംഘടന കൊണ്ട് ശക്തരാകാനും, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകാനുമാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. 15 മിനിറ്റ് കൊണ്ട് മതിലുണ്ടാക്കി ഹിന്ദുക്കളെ തമ്മിൽ തികർത്ത് ജാതി പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിക്കാനല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞത്. നവോത്ഥാനത്തിന് നാരായണ ഗുരുദേവൻ സ്വീകരിച്ചത് മുഴുവനും ഭാരതത്തിന്റെ പൈതൃകമാണ്. പിണ്ടതന്തി വായിച്ചാലും നാരായണ ഗുരുദേവന്റെ 61 കൃതികൾ വായിച്ചാലും അറിയാം, ഭാരതത്തിന്റെ പൈതൃകത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ നവോത്ഥാനത്തെ നാരായണ ഗുരുദേവൻ ശ്രമിച്ചത്. ഫെമിനിസ്റ്റുകളെ കയറ്റിയിട്ടും 2.5 മണിക്ക് പുറം വാതിലിൽ കൂടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയിട്ടും തലയിൽ വൈറ്റ് പെയിന്റ് വെച്ച് കയറ്റിയിട്ടും 15,500ഓളം പോലീസുകാരെ നിർത്തിയിട്ടും അല്ല ശബരിമലയിലും ഹിന്ദുക്കളുടെ മനസ്സിൽ നവോത്ഥാനം ഉണ്ടാക്കിയത്. നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കാതെ ചെന്ന് പ്രസംഗിക്കരുത്. എത്ര അറിയാമെങ്കിലും നിങ്ങൾ പറയുന്നത് മണ്ടത്തരാണ് എന്നുള്ളത് ഉറപ്പാണ്. ഗുരുവിനെ പോലൊരു ജ്ഞാനിയെയും മനുഷ്യസ്നേഹിയെയും കണ്ടിട്ടില്ലെന്നാണ് രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ ലോകം കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞത്. അത് രവീന്ദ്രനാഥ ടാഗോറിനെ കോട്ട് ചെയ്തത് നന്നായി. ഞാൻ നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ചെന്ന് വിവിധ ആത്മീയ നേതാക്കളെ കണ്ടു. അതില് ചക്രവാളത്തിലേക്ക് കണ്ണൻ നട്ടിരിക്കുന്ന ആ മഹായോഗിയെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ആത്മീയ ആചാര്യനെയാണ് ഞാൻ കണ്ടത് എന്ന് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന വിസിറ്റേഴ്സ് ബുക്കിലാണ് അത് എഴുതിയത് എന്ന് കൂടി നിങ്ങൾ അറിയണം. ആ നാരായണ ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും 27 ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയെക്കുറിച്ചും 61 കൃതികളും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും സന്യാസമഠം സ്ഥാപിച്ചതും ഇംഗ്ലീഷും സംസ്കൃതവും കൂടി ചേർത്ത് പഠിപ്പിച്ചതും മലയാളത്തിലും സംസ്കൃതത്തിലും അതുപോലെ തന്നെ തമിഴിലും കൃതികൾ എഴുതിയതും ആത്മോപദേശ ശതകമെടുത്താലും ദൈവദശകമെടുത്താലും ദർശനമാല എടുത്താലും നിങ്ങളെപ്പോലെയുള്ളവർക്ക് 10 ജന്മം ഇറങ്ങി തിരിച്ച് പഠിച്ചാലും മനസ്സിലാവാത്തതാണ്. അതുകൊണ്ട് ഗുരുവിനെ കുറിച്ചൊക്കെ വല്ലതും പറയണമെങ്കിൽ ആദ്യം ഗുരുവിനെ കുരിശിൽ തറച്ചില്ലേ കണ്ണൂരുകാര്, അത് എന്തിനാന്ന് പറഞ്ഞതിന് ശേഷം വേണം പറയാൻ. അവനവനിൽ ഈശ്വരനെ കണ്ടെത്താനാണ് ഗുരു പറഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. അവനവനിൽ ഗുരു കണ്ടെത്താൻ, ഈശ്വരനെ കണ്ടെത്താൻ ഗുരു അല്ല പറഞ്ഞത്. ഗുരു നമ്മുടെ പൈതൃകത്തിൽ നിന്ന് കോട്ട് ചെയ്താണ്. അഹം ബ്രഹ്മാസ്മി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞത് ബൃഹദാരണ്യകോപനിഷത്തിലെ വരിയാണ്. തത്വമസി, നീയും അതേ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ചാന്തോക്യോപനിഷത്തിലെ വരിയാണത്. അതാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെയാണ് കുട്ടിച്ചോറാക്കാൻ നിങ്ങളുടെ മന്ത്രിമാരും എല്ലാവരും കൂടി ശ്രമിച്ചത്. മന്ത്രിയുടെ പണിയും തന്ത്രിയുടെ പണിയും ചെയ്താൽ മതിയായിരുന്നു. ഉപദേശിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം ശൈലജ ടീച്ചറെ. ശശി തരൂർ MP പിന്നെ കുറെ പേര് പങ്കെടുത്തു. വർഷത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് അടുത്ത ഇലക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേരും അതിന്റെ കൂടെ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് വായിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ളതൊന്നും ഇല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങേര് പറഞ്ഞതിൽ അതിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് നന്നായി. കാരണം അടുത്ത ഇലക്ഷൻ വരെ അങ്ങേര് തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വരും.